ഹലോ, എല്ലാവരും ചോറൊക്കെ കഴിച്ചായിരുന്നോ? അപ്പോൾ ഞാനിവിടെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വലിയ ആഡംബര കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടാർ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ സവാള കുനു കുനു കുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പുളിയും നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുകയാണ്. എൻ്റെ നാട്ടിൽ ഇതിനെ ഉപ്പും പുളിയും ഞെവടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കുക, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ നിറയെ ചോറ് കഴിക്കും. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ നന്നായിട്ട് ഞെവടി എടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ എൻ്റെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ നമ്മുടെ ഉപ്പും പുളിയും ഞെവിടിയതും ബീട്രൂട്ട് തോരനും ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇത് തൈരും, നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. തൈരും ഉപ്പും മുളക്, നമ്മുടെ തൈര് മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല, ചോറ് കഴിച്ച ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തൈരും മുളകും കൂടെ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ചോറ് കഴിച്ച ശേഷമാണ് കഴിക്കുന്നത്. ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മുളക് ഈ തൈരിലോട്ട് പൊട്ടിച്ചിടും. എന്നിട്ട് ആ ഒരു ചെറിയ എരിവും ആ ഒരു തൈരിൻ്റെ പുളിയും ചെറിയ ഒരു ഉപ്പും കൂടെ ചേരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് ഹെൽത്തി ആണോ എന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.